പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജപ്പാനിലെ ഫേമസ് ആയിട്ടുള്ള ഷിൻകാൻസൻ ട്രെയിനിനെ കുറിച്ച് ഞാൻ അവിടെ പോയപ്പോൾ കണ്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. 1964 ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് ജപ്പാൻ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആക്സിഡൻറ്റ് റേറ്റ് കുറഞ്ഞ ഒരു ഇതായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്, ലോകം മുഴുവൻ കണക്കാക്കുന്നത്. ഇവരുടെ ബുള്ളറ്റ് ട്രെയിനാണ് ലോകത്തിൽ ഏറ്റവും ഫേമസും. 300 km/h ഒക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 185 km/h ആവറേജ് ഇപ്പോൾ എടുക്കുന്ന സ്പീഡുകൾ. ട്രെയിനിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമ്മുടെ പൊന്മാൻ എന്ന് പറയുന്ന പക്ഷിയുടെ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോക്കിയോയിലെ അവരുടെ സെൻട്രൽ ഓഫീസാണ് ഷിൻകാൻസൻ്റെ. ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് ഒസാക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ഇത് ടോക്കിയോ സ്റ്റേഷനാണ്. ഇങ്ങനെ മാസീവാണ്, ബോംബെ സെൻട്രലൊക്കെ പോലെ. ഞങ്ങളൊരു ടിക്കറ്റിൻ്റെ ആവശ്യമായിട്ട് ഒരു എൻക്വയറിക്ക് വന്നിരിക്കുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് രക്ഷ. オレンジ色のチケットのオフィスでお問い合わせてみてください。アプリケーションプリーズ。എന്തൊക്കെ ലാംഗ്വേജ് ബാരിയർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് അവർ വിശദമായിട്ട് കേട്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് അവിടെ പോയപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം. അല്ലാതെ അവിടെ പോയി ചോദിക്കുക ഇവിടെ പോയി ചോദിക്കുക എന്നുള്ള പരിപാടിയില്ല. ഒരാളെ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞു വിടുക എന്നുള്ളതാണ് അവരുടെ പോളിസി തന്നെ. ഇതിലിനി കാണുന്ന ഈ ഗേറ്റുകളിൽ കൂടെ ടാഗ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. എല്ലാം ടാഗ് ഓഫും ടാഗ് ഓണും ചെയ്തിട്ടുള്ള പരിപാടികളാണ് മൊത്തം ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇത് നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ടോക്കിയോയിൽ നിന്ന് ഒസാക്കയിലേക്ക് ഉള്ള യാത്രയിൽ പകർത്തിയിട്ടുള്ളതാണ്. കാണുക, മനസ്സിലാക്കുക. Let me tell you something. In this life, you're either a winner or you're a loser. Y'all want to work in a steel mill like me for the rest of your days? No, sir. Yeah, because I sure as hell don't. Y'all willing to fight for it? Yes, sir. I need to hear you a little louder. Y'all willing to fight for it? Yes, sir. Ready whenever you are, Michael. You're strong. You're beautiful. You're the greatest of all time. ജപ്പാൻകാരുടെ ക്ലീൻനെസ്സിനെ കുറിച്ച് എടുത്തു പറയാൻ വേണ്ടിയാണ് ഈ പടം കാണിക്കുന്നത്. റെയിൽവേ പാളമാണിത്. സ്റ്റേഷനിലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് കൂടോ എന്തേലും ഐറ്റം അവിടെ ഉണ്ടോ എന്ന് നോക്കി, ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ ആരെയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതുപോലെ ജപ്പാൻ യാത്രയിൽ നിങ്ങളുടെ ലോവർ ലഗേജ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാൻഡ് കാരിയർ അല്ലാത്ത ലഗേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ കോച്ച് ലഗേജ് കയറ്റാൻ പറ്റുന്നത് തന്നെ ബുക്ക് ചെയ്യണം. എല്ലാ കോച്ചിലും ലഗേജ് അനുവദിക്കുന്നതല്ല. അപ്പം അതിനുവേണ്ടി സ്പെഷ്യൽ കോച്ചുണ്ട്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് എക്സ്ട്രാ ലഗേജ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുക. ജപ്പാനിൽ ചെല്ലുമ്പോൾ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഘടകമാണ് നമ്മുടെ ലഗേജിൻ്റെ കാര്യം. Let me tell you something. In this life, you're either a winner or you're a loser. Y'all want to work in a steel mill like me for the rest of your days? You're confident. You're strong. You're beautiful. You're the greatest of all time. You're strong. You're beautiful. You're the greatest of all time.
You're strong. You're beautiful. You're the greatest of all time. Let me tell you something. In this life, you're either a winner or you're a loser. Y'all want to work in a steel mill like me for the rest of your days? No, sir. Yeah, because I sure as hell don't. Y'all willing to fight for it? Yes, sir. I need to hear you a little louder. Y'all willing to fight for it? Yes, sir.